ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അവധിക്കാലമായതോടെ ക്യാമ്പുകളെല്ലാം നഗരത്തിലും ഗ്രാമങ്ങളിലും സജീവമാണ്. പാഠ്യവിഷയത്തിനപ്പുറം പാഠ്യേതര വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അവധിക്കാല ക്യാമ്പുകളിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യവും ഏറിവരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവനത്തിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ഇന്ന് വിദ്യാർത്ഥികൾ ക്യാമ്പുകളിൽ പങ്കാളികളാകുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കൊടുവള്ളിയിൽ ബസ് അപകടം, 39 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ട് പാചക തൊഴിലാളികൾ, പ്രതിഷേധവുമായി DDE ഓഫീസ് മാർച്ച്. ഭിന്നശേഷി കുട്ടികൾക്ക് വ്യത്യസ്തമായ പഠനാനുഭവങ്ങൾ ഒരുക്കി നിറച്ചാർത്ത് സഹവാസ ക്യാമ്പിന് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. കൊടുവള്ളിയിൽ ബസ് മറിഞ്ഞ് 39 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിൽ നിന്നും മൈസൂരിലേക്ക് വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചുവരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 39 പേർക്ക് പരിക്കേറ്റു. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ 3ാം വർഷ ബികോം വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് ചൊവ്വാഴ്ച പുലർച്ചെ 4ഓടെ ദേശീയപാത 212 കൊടുവള്ളിക്ക് സമീപം വെണ്ണേക്കാട്ട് വളവിൽ മറിഞ്ഞത്. കോളേജിൽ നിന്ന് മൈസൂരിലേക്ക് വിനോദയാത്ര പോയി മടങ്ങുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ 18 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും 21 പേരെ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇതിൽ 2 വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു. ഗോപിക, ശ്യാമിലി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇരുവരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മറ്റുള്ളവർക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ബസിന്റെ ഡ്രൈവറായ സോനു, ആദർശ്, റെജിൻ, അഖിൽ, രാഹുൽ, അമൻ, ഷിബിന, രഞ്ജിനി, വിഷ്ണു, മുനീർ, തുഷാര, ഗീതു, അരുൺ ചന്ദ്രൻ, സഞ്ജിത്ത്, റഫു, അധ്യാപകരായ ജയലക്ഷ്മി, ബിജു എന്നിവരെയാണ് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചത്. റോഡിലെ വളവിൽ എതിരെ വന്ന ലോറിക്ക് സൈഡ് നൽകുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നുവെന്ന് ഡ്രൈവർ സോനു പറഞ്ഞു. ഉഗ്രശബ്ദത്തോടെ റോഡിലേക്ക് മറിഞ്ഞ ബസ്സിൽ നിന്നും 3 പേരെ പുറത്തെടുക്കാൻ ഏറെ പ്രയാസപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. 1 മണിക്കൂറോളം പ്രയത്നിച്ച് ബസിന്റെ പിൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് 3 പേരെ പുറത്തെടുത്തതെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ നാട്ടുകാർ പറഞ്ഞു. ഇല്ല, അപകടം ഉണ്ടായ സൗണ്ട് കേട്ട് ഞങ്ങൾ സൗണ്ട് കേട്ട് വന്ന് എല്ലാവരെയും പുറത്തെടുത്ത് 2 ആളിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഓരപ്പോൾ പുറത്തെടുക്കാനും ഫയർഫോഴ്സ് ഒക്കെ അരമണിക്കൂർ കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വന്ന് എന്നതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നും പോലീസും വെള്ളിമാടുകുന്ന്, നരിക്കുനി എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ കളിച്ചിരികൾ കൊണ്ട് മുഖരിതമാണ് അച്യുതൻ ഗേൾസ് LP സ്കൂൾ അങ്കണം. മറ്റ് അവധിക്കാല പരിപാടികളിൽ നിന്നും വിഭിന്നമായി ഭിന്നശേഷി കുട്ടികളുടെ ഒത്തുചേരലിനും ഉല്ലാസത്തിനും വഴിയൊരുക്കിയത് URC തിരുവണ്ണൂർ ശാഖയാണ്. നിറച്ചാർത്ത് സഹവാസ ക്യാമ്പിന്റെ വിശേഷങ്ങളിലേക്ക്. ക്രിസ്മസ് അവധിക്കാലത്തെ വേറിട്ട അനുഭവമാണ് അച്യുതൻ ഗേൾസ് LP സ്കൂളിലെ നിറച്ചാർത്ത് സഹവാസ ക്യാമ്പ്. ഭിന്നശേഷി കുട്ടികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വ്യത്യസ്തമായ പഠനാനുഭവങ്ങൾ ഒരുക്കി അർബൻ റിസോഴ്സ് സെന്റർ തിരുവണ്ണൂരാണ് 2 ദിവസങ്ങളിലായി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വർണ്ണമൂല, ശാസ്ത്ര കൗതുകം, അരങ്ങ്, അഭിനയം, കഥയരങ്ങ്, നിർമ്മാണം എന്നീ 5 വ്യത്യസ്ത തലങ്ങളിലൂടെയാണ് ക്യാമ്പ് മുന്നേറുന്നത്. ഇതിലൂടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളും പഠനാനുഭവങ്ങളുമാണ് കുട്ടികൾക്ക് നൽകുന്നത്. സെറിബ്രൽ പാസി ബാധിതയും യുനെസ്കോ ചൈൽഡ് അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവും മറ്റ് നിരവധി നേട്ടങ്ങൾക്ക് ഉടമയുമായ 8ാം ക്ലാസ്സുകാരി ആര്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തന്റെ ശാരീരിക വൈകല്യങ്ങളെ ആത്മധൈര്യം കൊണ്ട് നേരിട്ട ആര്യയുടെ ഉദ്ഘാടന പ്രസംഗം കേട്ടുനിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. തന്നെപ്പോലുള്ള കുട്ടികളുടെ ആശയവിനിമയത്തിനും അവരുടെ ഉയർച്ചയ്ക്കും ഇത്തരം ക്യാമ്പുകൾ ഏറെ പ്രയോജനകരമാണെന്ന് ആര്യ പറഞ്ഞു. കൂടാതെ വിവിധ ചികിത്സാ രീതികളെ പറ്റിയും ഒക്കെ നമുക്കറിയാം.
SRT എന്ന ക്യാമ്പ് ഉപകാരപ്പെടും. ഈ ക്യാമ്പിൽ എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും നേടുന്നു. നന്ദി. നമസ്കാരം. URC സൗത്ത് തിരുവണ്ണൂർ പരിധിയിലെ 40 കുട്ടികളും രക്ഷിതാക്കളുമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കളികളിലും പാട്ടുകളിലും മുഴുകിയുള്ള ഉല്ലാസഭരിതമായ അന്തരീക്ഷമായിരുന്നു സ്കൂളിൽ. ഇത്തരമൊരു അനുഭവത്തിലേക്ക് കുട്ടികളെ എത്തിക്കുകയാണ് ഈ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് URC സൗത്ത് BPO സബിത ശേഖർ വിശദീകരിച്ചു. പരിപാടിയിൽ വാർഡ് കൌൺസിലർ ഷഹീദ PP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹെഡ്മിസ്ട്രസ് മൈഥിലി, CRCC URC സൗത്ത് ഹുബ്ബുർ റഹ്മാൻ, URC തിരുവണ്ണൂർ ട്രെയിനർ പ്രഞ്ജിത്ത് VR എന്നിവർ സംസാരിച്ചു. URC തിരുവണ്ണൂർ അംഗങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും നേതൃത്വം നൽകി. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളികൾ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പാചക തൊഴിലാളി യൂണിയൻ CITU സംസ്ഥാന പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മേഖലയിൽ നേരിടുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് നഗരത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം ഓരോ മാസവും 5-ാം തീയതിക്കകം ലഭ്യമാക്കുക, 250 വിദ്യാർത്ഥികൾക്ക് ഒരു തൊഴിലാളി എന്ന ക്രമത്തിൽ പാചക തൊഴിലാളികളെ നിയമിക്കുക തുടങ്ങിയവയാണ് സുപ്രധാന ആവശ്യങ്ങൾ. നഗരത്തിലെ 100 കണക്കിന് തൊഴിലാളികൾ അണിനിരന്ന മാർച്ചും ധർണയും പാചക തൊഴിലാളി യൂണിയൻ CITU സംസ്ഥാന പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി P നാരായണൻ, BP സോമൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്ഥിരം ജീവനക്കാരായി തൊഴിലാളികൾക്ക് നിയമനം നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തി മിനിമം വേതനം 18,000 രൂപ ആക്കണമെന്നും ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് സർക്കാർ അനുവദിക്കണമെന്നും മാർച്ചിൽ ആവശ്യമുയർന്നു. ക്ഷേമ പെൻഷനുകൾ നിഷേധിക്കുന്നതിനെതിരെ PF പെൻഷനുകാർ സമരത്തിലേക്ക്. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കോട്ടൂളി വില്ലേജ് ഓഫീസിന് മുന്നിലാണ് ധർണാ സമരം നടത്തിയത്. സമരം INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന വാർദ്ധക്യകാല പെൻഷൻ, കർഷക പെൻഷൻ, 2 രൂപ ഭക്ഷ്യധാന്യം എന്നിവ നിർത്തലാക്കിയ സാഹചര്യത്തിലാണ് PF പെൻഷനുകാർ സമരവുമായി രംഗത്തെത്തിയത്. ഇത്തരം നടപടികൾ സർക്കാർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായായിരുന്നു പ്രതിഷേധം. PF പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടൂളി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കേരള സർക്കാരുകൾ പെൻഷനുകാർക്ക് ആനുകൂല്യം നൽകുന്നതിൽ പിഴവ് വരുത്തിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ ചുവട് പിടിച്ചാണ് കേരള മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും വർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ന് ഈ ഗവൺമെന്റ് ഇതിനെല്ലാം പിശുക്ക് കാണിക്കുകയാണ്. കേന്ദ്രം ഒരു ഭാഗത്ത് പിശുക്ക് കാണിക്കുമ്പോൾ മറുഭാഗത്ത് ഇടതുപക്ഷ ഗവൺമെന്റും കാണിക്കുന്ന ഈ പിശുക്ക് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? ധർണാ സമരത്തിൽ ജില്ലാ സെക്രട്ടറി V സുകുമാരൻ നായർ അധ്യക്ഷനായി. INTUC ജില്ലാ സെക്രട്ടറി അഷ്റഫ് ചേലാട്ടൂർ, രാജൻ ബാബു, V ജേക്കബ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷനുകളും റേഷൻ ആനുകൂല്യവും ലഭ്യമാകുന്നതുവരെ സമരം ശക്തമാക്കാനാണ് നീക്കം. 84ാമത് ശിവഗിരി തീർത്ഥാടന ദിവ്യ ജ്യോതി പ്രയാണം കോഴിക്കോട്ടെത്തി. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ക്ഷേത്രം മേൽശാന്തി ബിജു ആരതി ഒഴിഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്നരുൾ ചെയ്ത വിശ്വമാനവീയതയുടെ മഹാപ്രവാചകനായ ശ്രീനാരായണ ഗുരുദേവൻ. 84ാമത് ശിവഗിരി തീർത്ഥാടന വേദിയിൽ ജ്വലിപ്പിക്കുന്നതിനുള്ള ദിവ്യജ്യോതി കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് പ്രയാണം ആരംഭിച്ചത്. അഴിയൂർ, വടകര, കൊയിലാണ്ടി തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ എത്തിയത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജ്യോതി പ്രയാണത്തെ സ്വീകരിച്ചു. മേൽശാന്തി ബിജു ആരതി ഒഴിഞ്ഞു. E അനിരുദ്ധൻ, P സുന്ദർദാസ്, സജീവ് സുന്ദർ, പ്രസീത എന്നിവർ ഗുരുദേവ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് P സുന്ദർദാസ് അധ്യക്ഷനായിരുന്നു. ട്രഷറർ KV അരുൺ, ജനറൽ സെക്രട്ടറി E അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു. രമേശൻ, PP രാമനാഥൻ, പുഷ്പ അശോക് കുമാർ, ശശി, രാജീവൻ എന്നിവരാണ് ജാഥയെ നയിക്കുന്നത്. കോഴിക്കോട്ടെ സ്വീകരണത്തിനു ശേഷം പന്തീരാങ്കാവ്, രാമനാട്ടുകര തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ജാഥ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും. വിശ്വമാനവീയതയുടെ മഹാപ്രവാചകനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മാനവ സമൂഹത്തിന്റെ സമഗ്രമായ പുരോഗതിക്കായി. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു.
ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ എതിർപ്പില്ലെന്നും എന്നാൽ ദേവഹിതം അറിഞ്ഞു വേണം തീരുമാനമെടുക്കേണ്ടതെന്നും ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് ഡിസംബർ 30 കോഴിക്കോട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് സംസ്ഥാന സമ്മേളനം ഡിസംബർ 30 കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടക്കും. ഇത്തവണത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകത സർവൈശ്വര്യ പൂജയാണ്. ജ്യോതിശാസ്ത്രം ഇന്ന് അഭിമുഖീകരിക്കുന്ന വൈവാഹിക ജാതക ചിന്തയെക്കുറിച്ചും അനവസരത്തിൽ ചെയ്യുന്ന അഷ്ടമംഗല പ്രശ്നത്തെപ്പറ്റിയും സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചടങ്ങിൽ പണ്ഡിതവരേണ്യരെ ആദരിക്കും. ഒപ്പം തന്നെ ജ്യോതിശാസ്ത്ര സെമിനാറുകളും നടക്കും. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിൽ എതിർപ്പില്ലെന്നും എന്നാൽ ദൈവഹിതം അറിഞ്ഞാവണം തീരുമാനമെടുക്കേണ്ടതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. മൂലയിൽ മോഹൻദാസ് പണിക്കർ, ശ്യാംജിത്ത് പാലക്കൽ, മനോജ് കുമാർ, കണ്ണംകുളം കാട്ടിൽ മനോഹരൻ തന്ത്രി, കോവൂർ വേണുഗോപാലൻ പണിക്കർ, ഗിരിജ PE തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന NSS സപ്തദിന ക്യാമ്പ് സ്വച്ഛതീരം 2016 തുടക്കമായി. ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന NSS സപ്തദിന ക്യാമ്പ് സ്വച്ഛതീരം 2016 ബേപ്പൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടവരാണ് ഇന്നിവിടെ ഇരിക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികാരെല്ലാവരും. അപ്പം ആ രീതിയിലേക്ക് നമ്മൾ ഉയർന്നു ചിന്തിച്ചുകൊണ്ട് നമ്മളാണ് ഈ നാട്ടിന്റെ ഭാവിയുടെ ഈ സമൂഹത്തിന്റെ ലീഡർമാർ. ഓരോ NSS കൂട്ടുകാരുമാണ് ഈ ഭാവിയിലെ ഈ നാടിന്റെ നേതാക്കന്മാർ എന്നുള്ള രീതിയിലേക്ക് മാറ്റി. സിറ്റി ക്ലസ്റ്റർ കൺവീനർ ഫൈസൽ MK NSS സന്ദേശം നൽകി. ചടങ്ങിൽ ബേപ്പൂരിലെ പ്രശസ്തനായ പാരമ്പര്യ വൈദ്യൻ കുഞ്ഞി മുഹമ്മദിനെ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉപഹാര സമർപ്പണം നടത്തി. ബാഡ്ജുകൾ സ്കൂൾ PTA പ്രസിഡന്റ് ബഷീർ വിതരണം ചെയ്തു. മുരളി ബേപ്പൂരിന്റെ ചരിത്രവും NSS പ്രോഗ്രാം ഓഫീസർ ഷബ്ന TP പ്രോജക്ട് വിശദീകരണവും നടത്തി. കാലിക്കറ്റ് ഗേൾസ് HSS പ്രിൻസിപ്പൽ CP ആമിന ടീച്ചർ, കോർപ്പറേഷൻ കൌൺസിലർ T അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജബ്ബാർ, ഫാത്തിമ ഷഫ്ന PS, മുസ്തഫ, മുജീബ്, ഫാത്തിമ അർഷ AP തുടങ്ങിയവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കുട്ടികളിലെ വ്യക്തിത്വ വികസനം എന്ന ലക്ഷ്യത്തോടെ നിരവധി പ്രവർത്തനങ്ങളാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അനുരാഗ പൂമഴ പെയ്തിറങ്ങിയ സായം സന്ധ്യയിൽ കോഴിക്കോട്ടുകാരുടെ പ്രിയ ഗായക ദമ്പതികൾക്ക് ആദരം. അജിത് കുമാറിനും സുജാത അജിത് കുമാറിനുമാണ് സംഗീത സബരിയയിൽ 35 വർഷം പിന്നിട്ട വേളയിൽ ആതിഥേയ സംഘം ആദരവ് ഒരുക്കിയത്. സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ ഉപഹാരം സമർപ്പിച്ചു. നഗരത്തിന്റെ ഗാനവേദികളിൽ കഴിഞ്ഞ 35 വർഷക്കാലം സംഗീതമഴ പൊഴിയിച്ച അജിത് കുമാറിനും ഭാര്യ സുജാതയ്ക്കും കോഴിക്കോടിന്റെ സ്നേഹാദരം. കോഴിക്കോട് ആതിഥേയ സംഘം ടൗണാളിൽ സംഘടിപ്പിച്ച അനുരാഗ പൂമുല്ല സംഗീത സന്ധ്യയിലാണ് ഗായക ദമ്പതികളെ ആദരിച്ചത്. അജിത്തിന്റെയും സുജാതയുടെയും അമ്മമാർ ഭദ്രദീപം കൊളുത്തി ചടങ്ങിന് തുടക്കം കുറിച്ചു. ഉദ്ഘാടനവും ഗായക ദമ്പതിമാർക്കുള്ള ഉപഹാര സമർപ്പണവും ചലച്ചിത്ര സംവിധായകനും ഗായകനുമായ ഷാൻ റഹ്മാൻ നിർവഹിച്ചു. അപ്പോൾ ആകെ എനിക്കറിയാവുന്ന 3 പാട്ടുകാർ എന്ന് പറയുന്നത് ഒന്ന് അജിത്തേട്ടനും, ഒന്ന് സുജാത ചേച്ചിയും, പിന്നെ ഒന്ന് നമ്മുടെ സിന്ധു പ്രേംകുമാർ ചേച്ചി മാത്രമേ ഉള്ളൂ. മൺമറഞ്ഞ വയലിനിസ്റ്റ് ശിവപ്രസാദിന് ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി. TV ബാലൻ, സുനിൽ ഭാസ്കർ, മണികണ്ഠൻ, പ്രേംകുമാർ, KM അനിൽകുമാർ, P പ്രകാശ് എന്നിവർ സംസാരിച്ചു. അജിത് കുമാർ സുജാത ദമ്പതിമാരും മക്കളായ അതുൽ, അമൽ, സഹോദരിപുത്രൻ ഫിദൽ എന്നിവരും ഒരുക്കിയ അനുരാഗ പൂമുല എന്ന ഗാനസന്ധിയും അരങ്ങേറി. മതമൈത്രി ഗാനത്തോടെ ആരംഭിച്ച ഗാനസന്ധിയിൽ കിനാവിന്റെ കടകേന്ദ്രീകരണങ്ങൾ തുടങ്ങി 30ഓളം ഗാനങ്ങൾ ആലപിച്ചു. നൌഷാദ് അരീക്കോട് ഗാനസന്ധ്യ നിയന്ത്രിച്ചു. പപ്പൻ കോഴിക്കോട്, സുശാന്ത്, സുനിൽ ഭാസ്കർ, നിഖിൽ, പ്രമോദ് ഷെനായ്, ശശികൃഷ്ണ, മണികണ്ഠൻ തറാൽ, പ്രേംരാജ്, രാജേഷ് എന്നിവർ ഓർക്കസ്ട്രയിൽ പങ്കാളികളായി. മലാപ്പറമ്പ് സഹൃദയ ബാലജന സഖ്യം, ടാലന്റ് ഓർക്കസ്ട്ര എന്നിവയിലൂടെ ആലാപനത്തിന്റെ ആദ്യ പടവുകൾ കയറി നഗരത്തിലെ സംഗീത ട്രൂപ്പുകളിലൂടെ ജനപ്രിയ ഗായകനായതാണ് അജിത് കുമാർ.
ഭജൻ കാസറ്റുകളുടെയും മാപ്പിളപ്പാട്ട് വേദികളുടെയും വളർന്ന ഗായികയാണ് സുജാത. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്നും ഗാനഭൂഷൺ ഡിപ്ലോമ നേടി ഇപ്പോൾ ബേപ്പൂർ ഹൈസ്കൂളിൽ സംഗീത അധ്യാപികയായി ജോലി തുടരുകയാണ്. ജനജീവിതം താറുമാറാക്കിയ നോട്ട് പ്രതിസന്ധിയുടെ പൊള്ളുന്ന യാഥാർത്ഥ്യം തുറന്നുകാട്ടി ഇന്ത്യ ക്യൂവിലാണ് സാംസ്കാരിക കൂട്ടായ്മ സെൻട്രൽ ലൈബ്രറി പരിസരത്ത് നടന്നു. 29 നടക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ഐക്യദാർഢ്യവുമായാണ് രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഒത്തുചേർന്നത്. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ഡിസംബർ 29 നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി കോഴിക്കോട് പബ്ലിക് ലൈബ്രറിക്ക് സമീപം സാംസ്കാരിക പ്രവർത്തകർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ചിത്രരചന, നാടകം, കവിത എന്നിവയുമായി കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രമാണ് ഇന്ത്യ ക്യൂവിലാണ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. നിരോധനത്തിന്റെ പേരിൽ സഹകരണ ബാങ്കുകളെ തകർക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ച CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. പുരുഷൻ കടലുണ്ടി MLA, TV ബാലൻ, ഡോക്ടർ TV സുനിത, OP സുരേഷ്, K. ചന്ദ്രൻ, KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. മാവൂർ വിജയന്റെ തുക്ലക് എന്ന ഏകാംഗ നാടകവും ഉഷാചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിൽ നായ പൈസയില്ല നാടകവും അരങ്ങേറി. K. സുധീഷ്, ദിലീപ്, ബാലൻ കല്ലായി, ശാന്ത പന്നിയങ്കര, മജ്നി തിരുവങ്ങൂർ, A. ഹമീദ് എന്നിവർ പ്രതിഷേധ സൂചകമായി ചിത്രം വരച്ചു. ആരോപണ വിധേയനായ MM മണിയെ മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തിയില്ലെങ്കിൽ വൻ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ. മന്ത്രി MM മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊലപാതക കേസിൽ പ്രതിയായ വൈദ്യുതി മന്ത്രി MM മണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാത്ത ഇടതു സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മാനാഞ്ചിറ കിഡ്സങ്കോണ പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിനൊടുവിൽ മന്ത്രി മണിയുടെ കോലം കത്തിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് T. സിദ്ദിഖിന്റെ അധ്യക്ഷതയിലാണ് പ്രതിഷേധ യോഗം നടന്നത്. മണിയെ മന്ത്രിസഭയിൽ നിലനിർത്തുന്നത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണെന്ന് സിദ്ദിഖ് അഭിപ്രായപ്പെട്ടു. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ചേരി ബേബി വധക്കേസിൽ രണ്ടാം പ്രതിയായ വൈദ്യുതി മന്ത്രി MM മണിയുടെ വിടുതൽ ഹർജി തള്ളിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിലനിർത്തുന്നത് ജനാധിപത്യ കേരളത്തോടുള്ള CPMന്റെയും LDFന്റെയും വെല്ലുവിളിയാണെന്ന് N. സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. ആരോപണ വിധേയനായ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ വൻ ജനകീയ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും സുബ്രഹ്മണ്യൻ കൂട്ടിച്ചേർത്തു. മുൻ DCC പ്രസിഡന്റ് KC അബു, KPCC ജനറൽ സെക്രട്ടറി KP അനിൽകുമാർ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് P. ഉഷാദേവി, KP ബാബു, K. രാമചന്ദ്രൻ മാസ്റ്റർ, SK അബൂബക്കർ, PP നൌഷർ, VP ദുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിലാരെ? വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കളിസ്ഥലങ്ങളുടെ നിർമ്മാണവും പരിപാലനവും കേരളത്തിൽ എന്ന വിഷയത്തിൽ FC കേരളയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മോഡറേറ്ററായിരുന്നു. പ്രസാദ് V. ഹരിദാസൻ തയ്യാറാക്കിയ കളിസ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രദർശനവും നടന്നു. കേരളത്തിലെ കളിമുറ്റങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ശക്തമായ കായിക നയവും നിലപാടും വേണമെന്ന് ഫുട്ബോൾ സെമിനാർ അഭിപ്രായപ്പെട്ടു. മൈതാനങ്ങളെ പരിപാലിക്കാൻ ശാസ്ത്രീയ സംവിധാനം വേണം. ഇതിനായി പ്രത്യേക ഫണ്ട് അനുവദിക്കണമെന്നും കേരള ഫുട്ബോൾ ട്രെയിനിംഗ് സെന്റർ സംഘടിപ്പിച്ച കളിസ്ഥലങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. KFTC പരിശീലകൻ പ്രസാദ് ഹരിദാസ് തയ്യാറാക്കിയ ജേണി ടു ദി ഗോൾ എന്ന ഡോക്യുമെന്ററി സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല വിഭാഗം ഡയറക്ടർ ഡോക്ടർ VP സക്കീർ ഹുസൈൻ, ഇന്ത്യൻ കോച്ച് പ്രൊഫസർ VA നാരായണ മേനോൻ, ദേവഗിരി കോളേജ് കായിക വിഭാഗം മേധാവി ഫാദർ ബോണി അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മോഡറേറ്ററായി.
ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും ഏത് മത്സരം റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ഒരു ഗ്രൗണ്ട്സ്മാനെ കണ്ടു കഴിഞ്ഞാൽ ആ പിച്ച് എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം, ഈ കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നത്. കേരളത്തില് എത്ര ഗ്രൗണ്ട്സ്മാൻമാരുണ്ട്? ഗ്രൗണ്ട്സ്മാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പരിപാലകനാണ് മൈതാനങ്ങളിൽ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തസ്തിക തന്നെ ഉണ്ടോ നമ്മുടെ ഈ സ്പോർട്സ് കൾച്ചറിൽ എന്നുള്ളതാണ്. പ്രസാദ് ബി ഹരിദാസ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് FC കേരള ടീമിന്റെ അംഗത്വ വിതരണം നടന്നു. ക്ലബിനെ കുറിച്ച് പ്രൊഫസർ നാരായണ മേനോൻ വിശദീകരിച്ചു. ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ 12ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്നു. ഭാഗവതരത്നം AKB നായരാണ് യജ്ഞാചാര്യൻ. ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിലെ 12ാമത് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത് ഡിസംബർ 24-നാണ്. ഭാഗവതരത്നം AKB നായരാണ് യജ്ഞാചാര്യൻ. ഭാഗവത സപ്താഹ പാരായണവും വിവരണവും ഡിസംബർ 31 വരെ രാവിലെ 6:30 മുതൽ 12:30 വരെയും ഉച്ചയ്ക്ക് 2:15 മുതൽ 2:30 വരെയുമാണ് നടക്കുക. ജില്ലാ ജഡ്ജി K ബൈജുനാഥാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഡിസംബർ 28-ന് സംഗീത കലാകാരൻ വേണുഗോപാലൻ മാരാരുടെ നേതൃത്വത്തിൽ സോപാന സംഗീതം അരങ്ങേറും. 31-ന് ശാസ്ത്രീയ നൃത്തങ്ങൾ, ജനുവരി 1-ന് കൃഷ്ണനാട്ടം തുടങ്ങി വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് K വാസുദേവൻ, സെക്രട്ടറി K സുരേഷ്, വിവേകാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടക്കുന്നത്. OC ഗോവിന്ദൻ നമ്പൂതിരി, OC കൃഷ്ണൻ നമ്പൂതിരി, ആനന്ദവല്ലി അങ്ങേപ്പാട്ട് തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇത്തവണത്തെ ഒളിമ്പ്യൻ റഹ്മാൻ ഫുട്ബോൾ പുരസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് താരം CK വിനീതിന്. കോഴിക്കോട് നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പുരസ്കാരദാനം നിർവഹിച്ചു. ആവേശോജ്വലമായ സ്വീകരണം നൽകിയാണ് കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികൾ CK വിനീതിനെ വരവേറ്റത്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഭിമാന താരമായ വിനീത് ഒളിമ്പ്യൻ റഹ്മാൻ ഫുട്ബോൾ പുരസ്കാരം ഏറ്റുവാങ്ങാനാണ് കോഴിക്കോട്ടെത്തിയത്. ആരാധകരാൽ നിറഞ്ഞ ഹാളിൽ സെൽഫി എടുത്തും ഓട്ടോഗ്രാഫ് നൽകിയതിനു ശേഷമാണ് വിനീത് അവാർഡ് ഏറ്റുവാങ്ങിയത്. കേരളത്തിന്റെ അഭിമാന താരത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം താരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ നേരിടുന്ന പ്രതിസന്ധികളും ചൂണ്ടിക്കാണിച്ചാണ് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. കായിക താരങ്ങൾക്ക് അടിസ്ഥാന സൌകര്യമൊരുക്കുന്നതിൽ സർക്കാരിന് പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രയാസങ്ങൾ പരിഹരിച്ചാൽ വളർന്നുവരുന്ന താരങ്ങൾക്ക് പ്രയോജനകരമായിരിക്കുമെന്നും മേയർ വ്യക്തമാക്കി. അവസരങ്ങളില്ല, കാണാനുള്ള സൗകര്യങ്ങളില്ല. അത് എവിടെയെങ്കിലും ആരെങ്കിലും കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നു. ഇവർക്ക് വേണ്ടത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയുണ്ട്. തുടർന്ന് ഫുട്ബോൾ എന്ന വികാരത്തെ നെഞ്ചിലേറ്റിയ ഒളിമ്പ്യൻ റഹ്മാന്റെ ഓർമ്മകൾ പങ്കുവച്ച് K അബൂബക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് നിയാസ് റഹ്മാൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, CK വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പൊതുകുളം NSS വോളണ്ടിയർമാരുടെ സഹകരണത്തോടെ ശുചീകരിച്ചു. രാമനാട്ടുകര സേവാ മന്ദിർ പോസ്റ്റ് ബേസിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50ഓളം വരുന്ന NSS വോളണ്ടിയർമാരുടെ ശ്രമഫലമായാണ് വിസ്മൃതിയിലായ ഗണപതിക്കുളത്തിന് ശാപമോക്ഷമാകുന്നത്. രാമനാട്ടുകര സേവാമന്ദിർ പോസ്റ്റ് ബേസിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS പ്രവർത്തകരുടെ സപ്തദിന സഹവാസ ക്യാമ്പ് പന്തീരങ്കാവ് കൈലമ്പടം സ്കൂളിൽ നടന്നുവരികയാണ്. ഉന്മീലനം എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച പൊതുകുളം ശുചീകരിച്ചു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ കൊടൽപ്പാടത്തെ ഗണപതിക്കുളമാണ് 50ഓളം വരുന്ന NSS വളണ്ടിയർമാരും പ്രദേശവാസികളും ചേർന്ന് നവീകരിച്ചത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ പൊതുകുളം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. 4 സെന്റോളം വ്യാപ്തിയുള്ള കുളത്തിലെ മണ്ണ് നീക്കി പൂർവ്വസ്ഥിതിയിലാക്കുന്നതോടെ ഒരു പ്രദേശത്തിന്റെ ദാഹമകറ്റാൻ കഴിവുള്ള കുളമായി ഗണപതിക്കുളത്തിന് മോക്ഷം ലഭിക്കും. NSS പ്രോഗ്രാം ഓഫീസർ KV സന്തോഷ് കുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ വത്സരാജ് KP, PTA പ്രസിഡന്റ് N മുരളീധരൻ, രാജൻ, വാർഡ് മെമ്പർ ഷാജി പനങ്ങാവിൽ തുടങ്ങിയവർക്കൊപ്പം ഹരിനാഥ്, അശോക്, മീര എന്നീ NSS വളണ്ടിയർമാരും പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഇതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ കുള ശുചീകരണത്തിന് വന്നത്. ഞങ്ങൾ ഈ 50 കുട്ടികൾ, 22 ആൺകുട്ടികളും 28 പെൺകുട്ടികളും ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നാളത്തോടെ ഏകദേശം ഇതിന്റെ പണി പൂർത്തിയാവും, ഒരുവിധമൊക്കെ കഴിയും. സപ്തദിന സഹവാസ ക്യാമ്പ് ഡിസംബർ 30-ന് വെള്ളിയാഴ്ച സമാപിക്കും.
മന്ത്രിസ്ഥാനത്ത് നിന്നും സ്വയം മാറുന്നില്ലെങ്കിൽ എം മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ പിണറായി ആർജവം കാണിക്കണമെന്ന് യൂത്ത് ലീഗ്. എം മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് ഈ അഭിപ്രായം ഉയർന്നത്. എം മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മന്ത്രിസ്ഥാനത്തു നിന്നും സ്വയം മാറുന്നില്ലെങ്കിൽ എം മണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ പിണറായി ആർജവം കാണിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ട്രഷറർ MA സമദ്, സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം, സെക്രട്ടറിമാരായ PG മുഹമ്മദ്, ആഷിഖ് ചെലവൂർ, VV മുഹമ്മദ് അലി, ജില്ലാ പ്രസിഡന്റ് സാജിദ് നടുവണ്ണൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി KK നവാസ്, PP റഷീദ്, KMA റഷീദ്, PP ജാഫർ സാദിഖ്, VP റിയാസ് സലാം, AK ഷൌക്കത്ത് അലി, A സജിദ് ഖാൻ, VK റഷീദ് മാസ്റ്റർ, സലാം തേക്കുംകുറ്റി, സയ്യിദ് ഹഫ്തൽ, TPM ജിഷാൻ, സജീർ കൊമ്മേരി, KV മൻസൂർ എന്നിവർ നേതൃത്വം നൽകി. ഇതിലും ചെറിയ കേസുകളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുക പോലും ചെയ്യാതെ കേവലം ആരോപണമുയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ധാർമ്മികതയുടെ പേരിൽ കേരളത്തിൽ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ രാജിക്ക് വേണ്ടി മുറിവിളി കൂട്ടിയവരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. എന്നാൽ എം മണി ധാർമ്മികതയുടെ പേരിൽ മാത്രമല്ല ഭരണഘടനാപരമായും മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ബാധ്യസ്ഥനാണെന്നും യൂത്ത് ലീഗ് അഭിപ്രായപ്പെട്ടു. മണ്ഡലകാല ഉത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. മൊകവൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ താലപ്പൊലി നടന്നു. കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേള ഘോഷങ്ങളോടെ ആരംഭിച്ച താലപ്പൊലിയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളായത്. വൃശ്ചികം 1 ആരംഭിച്ച മണ്ഡലകാല ഉത്സവങ്ങൾക്ക് സമാപനം. 41 ദിവസവും ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രഭാഷണം, അന്നദാനം എന്നിവ നടന്നു. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയെ കാണാൻ ഭക്തർ ഈ കാലയളവിലാണ് വ്രതശുദ്ധിയോടെ ശബരിമലയിലേക്ക് പോകുന്നത്. ശബരിമലയെ പോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളിലും ഈ സമയത്ത് ഭക്തജനത്തിരക്കായിരുന്നു. പുലർച്ചെ കുളി കഴിഞ്ഞ് ശരണം വിളികളുമായി ക്ഷേത്രദർശനം നടത്തിയ ശേഷമായിരുന്നു ദിവസം ആരംഭിക്കുന്നത് തന്നെ. മണ്ഡല സമാപനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കർപ്പൂരാഴി, താലപ്പൊലി തുടങ്ങിയ പരിപാടികളും നടന്നു. മൊകവൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡലോത്സവങ്ങൾക്ക് സമാപനമായി. സമാപനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, അന്നദാനം, തായമ്പക, താലപ്പൊലി, പുറത്തെഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടന്നു. താലപ്പൊലി മൊകവൂർ കാമ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. വാദ്യമേള ഘോഷങ്ങളോടെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. M അശോകൻ, T നാരായണൻകുട്ടി, O പത്മാവതി, P നളിനി, മീനാക്ഷി, CV പ്രകാശൻ, O രാധാകൃഷ്ണൻ, NA സത്യശീലൻ, N സജിത് കുമാർ, പൊന്നടിപ്പറമ്പത്ത് വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുവള്ളിയിൽ ബസ് അപകടം, 39 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ട് പാചക തൊഴിലാളികൾ. പ്രതിഷേധവുമായി DDE ഓഫീസ് മാർച്ച്. ഭിന്നശേഷി കുട്ടികൾക്ക് വ്യത്യസ്തമായ പഠനാനുഭവങ്ങൾ ഒരുക്കി നിറച്ചാർത്ത് സഹവാസ ക്യാമ്പിന് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.